വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നൊരു സംഭവബഹുലമായ കാര്യങ്ങളൊന്നും നടക്കാത്തൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പും ചട്നിയും കേട്ടോ. പൊതുവേ പാലപ്പത്തിനൊക്കെ നമുക്ക് കൂടുതൽ ബീഫ് കറി അല്ലെങ്കിൽ കുറുമയ്ക്കാവും കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷേ ഇന്ന് നമുക്ക് ചട്നിയാണ്, അപ്പോൾ ഇതിൽ തൃപ്തിപ്പെടും. കൂടെ നമ്മൾ 2 മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു. ഈ മുട്ടയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ പറഞ്ഞാൽ ഇതിന് 2 എഗ് റോൾസ് ഉണ്ട്. അപ്പോൾ അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലുണ്ട്. അപ്പോൾ സംഭവം പാളിപ്പോയി, പാതി വേവായിട്ടുള്ളായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോകാനും ഒരു ചേട്ടനൊക്കെ വന്നു. ഇവിടെ പിന്നെ പ്ലാസ്റ്റിക്കും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തന്നെ കൊണ്ടുപോകല്. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചിന് നമ്മൾ ചിക്കൻ വറ്റിക്കാൻ സിമ്പിളായിട്ട് ഉള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു ഫ്ലവറിനെ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കുറച്ച് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അങ്ങനെ വറ്റിച്ചിക്കാണ്. അങ്ങനെ കടായി അങ്ങനെയൊന്നുമല്ല കേട്ടോ, അങ്ങനെ ഒരു സിമ്പിൾ പണി ആക്കിയേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് തുടക്കാനും തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് പിന്നെ ഞാനൊന്നുമല്ല അങ്ങനെ അധികം തുടക്കലൊന്നും. പിന്നെ തിരുമ്പാളൊക്കെ നമ്മൾ മെഷീനിൽ ഇട്ടേക്കാണ്. ഇവിടെ നിന്നാൽ പിന്നെ ഒന്നാമത് എനിക്ക് ഭയങ്കര മടിയാട്ടോ, ഒന്നിനും തോന്നൂല. അങ്ങനെ ടൈം ഇങ്ങനെ വൈകിപ്പിക്കും. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിക്കാനായി. ചോറിനങ്ങനെ പ്രത്യേക സ്പെഷ്യലൊന്നുമില്ല. അപ്പോൾ ആ ചിക്കനും ക്യാബേജ് പിന്നെ ബീട്രൂട്ട് അത് 2 ദിവസം മുന്നേ അങ്ങനെ സുർക്കിയിലിട്ടതാട്ടോ. അങ്ങനെ ശരിക്കും പിടിച്ചിട്ടില്ല. എനിക്ക് പിന്നെ അച്ചാറില്ലെങ്കിൽ ഒരു ഗതികേടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിക്കാണ്. എനിക്ക് പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. പക്ഷെ എനിക്കങ്ങനെ കിട്ടലില്ല. അപ്പം എനിക്ക് 2 ദിവസം മുന്നേ കിട്ടിയ മുട്ടായി അതിനെ അടുത്ത് വെച്ചിക്കാണ് യാനുവിനെ കാണാതെ. യാനുവിന് പിന്നെ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ മുട്ട രാവിലെ പീങ്ങിയത് അങ്ങനെ കൊടുത്തേക്കാണ്. പിന്നെ ആപ്പിളും ഉണ്ടായിരുന്നു. അങ്ങനെ ഓനെ അതും കഴിച്ചു. അല്ലെങ്കിൽ ഓന് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. ഉച്ചക്കും ചിലപ്പോൾ വൈകുന്നേരവും അങ്ങനെ തന്നെ കഴിക്കല്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഓൻ്റെ വകയിട്ട് കുറച്ച് എക്സ്പ്രഷൻ കൊടുക്കും. നമ്മളെടുക്ക പോണേ? എവിടേക്ക്? അങ്ങനെ ഞങ്ങൾ ഹാനിനെ കൊണ്ടൊരു അംഗനവാടി വന്നതാട്ടോ. ഹാനി നമ്മൾ കാക്കാൻ്റെ മോനാണ്. ഓന് 2 ദിവസമൊക്കെ ആയിട്ടുള്ള അംഗനവാടി വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ട്. യാനുവിനെ പിന്നെ ഞാൻ അംഗനവാടിയിലാക്കുമെന്ന് പേടിച്ചിട്ടാണ് ഓനിപ്പോൾ അവിടെ നിൽക്കുന്നത്. യാനുവിൻ്റെ എല്ലാവരും ശരിക്കും ചെറുതാണ് ഹാനി. പക്ഷേ യാനു 2 ഡേ മാത്രമേ നഴ്സറി പോയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ ഈ ബിസ്ക്കറ്റ് ചായയിലൊപ്പി കഴിച്ചിട്ട്. ഞാൻ പണ്ട് തൊട്ടേ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ മിച്ചറായിക്കോട്ടെ അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കലാറ് ഇഷ്ടം. എനിക്കിങ്ങനെ ചായയിൽ മുക്കിയിട്ടും അങ്ങനെ കഴിക്കണം തന്നെയായിരുന്നു. അതുപോലെ വേറൊരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കിയൊന്നുമല്ല, അത് അപ്പുറത്തൊരു താത്ത കൊടുന്ന് തന്നതാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഒരു ചീസൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഇതൊരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ഒരു മെയിനായിട്ട് അവർക്കൊരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഉണ്ടാക്കി കൊണ്ട് പോണതാണ്. അങ്ങനെ നമുക്ക് തന്നതാണ്. ഇവിടെ ഹാനും ഞാനും കൂടി ഒരു കോഴിക്കുട്ടിയുടെ പിന്നാലെ കേട്ടോ. രാത്രിക്കൊക്കെ പിന്നെ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിനു. അപ്പോൾ ഞാൻ കരുതി ഉച്ചക്കത്തെ ചിക്കൻ നമുക്കൊരു കടായി ആക്കി കരുതി. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളിയും ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ആ ചിക്കനും ഇതിലൊക്കെ ആഡ് ചെയ്തു. പിന്നെ വീട്ടിൽ സോയാ സോസ് ഉണ്ടായപ്പോൾ അതും ചേർത്തു. കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം പരന്നിക്കാണ്ട് അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഒരു കടായി. പിന്നെ ക്യാപ്സിക്കനും അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ ഞാനങ്ങനെ കടായിക്ക് ഇടയിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അതുപോലെ ചിക്കൻ മസാല ഗരം മസാല ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർക്കാം കേട്ടോ. അതും കുറച്ചുകൂടി ബെറ്റർ ആവും. ഞാൻ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ അതിന് ചേർത്തിട്ടുള്ളൂ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബഡ്ജറ്റൊക്കെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി വന്നിന് കേട്ടോ. യാനുവിനെ കൊടുന്നാലുള്ള ബുദ്ധിമുട്ട് ഇതാണ്. ഓന് വേണ്ട സാധനം ഓനെ സെലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓനക്ക് വേണ്ടി ഞങ്ങളൊരു ട്രോളി എടുത്തു. അല്ലാതെ നമുക്കങ്ങനെ അധികം സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനില്ലേ. പിന്നെ മനസ്സിലായി ഓൻ ഇതിലിരുത്തിയിട്ടും കാര്യമില്ല. ഓന് എണീറ്റക്കാണ്ട് ഓനക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. 2 ദിവസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഓപ്പണിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓഫീസൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കടായൊക്കെ കഴിച്ചു. പിന്നെ ഞാനും കാക്ക കിങ്ങൊക്കെ കൊടുന്നതിനു അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ്. പിന്നെ ഞാൻ ഫിറോസ് ഖാൻ പുത്തനങ്ങാടിയുടെ ഓമക്കോയിൽ എന്ന നോവൽ വായിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വായിച്ചപ്പോൾ ഭയങ്കര ഇമോഷണലായി. പിന്നെ അവസാനം വരെ വായിച്ചപ്പോഴാണ് കേട്ടോ ഒരു സമാധാനം ഇത്. അപ്പോൾ ഈ പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു കേട്ടോ, നല്ലൊരു ഇതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇതിലൂടെ അവസാനിക്കുന്നു കേട്ടോ. അപ്പം നോക്കിയേ, ബൈ, വീണ്ടും കാണാം.